നമസ്കാരം. ഇതാ KCBയുടെ ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇത് ഈ മിഷ്യൻ കണ്ടോ? KCB വെച്ചേക്കുന്ന മിഷ്യനാണ് ഈ കാണുന്നതല്ല. ഇതേ നോക്കിയേ, ഇത് എവിടെ കയറണേന്ന് നോക്കിയേ, നോക്കിക്കോ. ഈ ഇരിക്കണ സാധനം കേരളത്തിലെ ഏത് വണ്ടിയിൽ സൂട്ടാവുന്നു പറഞ്ഞു തന്നാ മതി. കണ്ടാ, നോക്കിക്കോ. ഇനി ദേ 1 2 3 മിഷ്യൻ കണ്ടാ, ഇത് നോക്കിക്കോ. ദേ ഇരിക്കണ്, ദേ ദേ നോക്കിക്കോട്ടാ. ഇത് ദേ ഇതെവിടെ സൂട്ടാവണ? ആവൂല. കണ്ടാ, ഇനി ദേ അടുത്തത് കാണിച്ചു തരാം. ദേ ഇരിക്കണോ, മൂന്നാമത്തെ മിഷ്യൻ. ഇതും എവിടെ സൂട്ടാവണേ നിങ്ങൾ നോക്കിക്കോ. ദേ കേറൂല. കണ്ടാ, ഇനി ഈ കാണുന്ന വണ്ടി കണ്ടാ, ആ വണ്ടി ഇറങ്ങി പോയിട്ട് വേണം എനിക്ക് ചാർജ് ചെയ്യണമെങ്കിൽ. അപ്പൊ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. KCBക്ക് മാത്രമേ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും പ്രൊഡക്ഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ സാധനം ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മിണ്ടാൻ പാടില്ല. പക്ഷെ ഇതിപ്പോ ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ചാർജ് ചെയ്യും? ആ വണ്ടി പോണ വരെ ഞാൻ വെയിറ്റ് ചെയ്തേക്കണം. ലക്ഷങ്ങളും കോടികളും മുടക്കി മിഷനറീസ് മേടിച്ചു വെച്ചിട്ടുണ്ട്, കരാറ് കൊടുത്തിട്ടുണ്ട് പലർക്കുമായിട്ടും. അറിയാൻ പാടില്ലാത്തല്ലോ. CCS2 എന്ന് പറയുന്ന ആ ടെക്നോളജി മാത്രമാണ് കേരളത്തില് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. കാരണം ആ പിന്ന് വെച്ചിട്ടാണ് MG അടക്കം, MG ആണെങ്കിലും BYD എന്ന് പറയുന്ന ചൈനീസ് കമ്പനി ആണെങ്കിലും CCS2 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് മാത്രമുള്ള ആ ഒരു ടെക്നോളജിയാണ് ദേ കാണുന്നത്. ദേ കാണുന്ന ടെക്നോളജി ഇതുണ്ടോ, ഇതാണ് ആ CCS2ന്റെ പിന്ന്. അപ്പൊ ഈ പറഞ്ഞ സാധനം ആ വണ്ടി വന്ന വരെ ആ വണ്ടിയുടെ ഡ്രൈവർ വന്ന് അതിന്റെ പിന്ന് ഊരണത് വരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കണം. അത് എത്ര മണിക്കൂറാണെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. അത് കണ്ടോ, പിന്നെ കിടക്കണ കണ്ടോ, ഉപകാരമൊന്നുമില്ല. ഇത് തന്നെയാണ് നമ്മൾ പലതവണ പറഞ്ഞതും ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത്. എന്നിട്ട് ഈ മിഷ്യൻ മേടിച്ചതിന്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ 20 പൈസയും. ഒരു യൂണിറ്റിന് 20 പൈസ ഒക്കെ വെച്ച് കഴിഞ്ഞ നവംബറിൽ കൂട്ടിയത് ഈ മിഷ്യൻ മേടിച്ച് ദൂർത്തടിച്ചതിന്റെ ചെലവിലാണ് നമ്മുടെ ബാധ്യത നമ്മൾ ചുമന്നത്. അതിനാണ് കേരള ഹൈക്കോടതിയിൽ 2024 ഞാനൊരു റിട്ട് ഫയൽ ചെയ്യുകയും ED അന്വേഷണം വേണം ഈ കേസിൽ, ഇതിൽ വൻ സാമ്പത്തിക തിരിമറി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. എന്തായാലും ED അന്വേഷണം ഉണ്ടാകാനായിട്ട് എല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ കേരളത്തിൽ നിന്ന് ED ഇറങ്ങി പോകേണ്ടി വരില്ല എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.